നമസ്കാരം. സഹ്യ ന്യൂസിലേക്ക് സ്വാഗതം. ഒരുമിച്ച് കുളിക്കണം. ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ ഒരു ഉരുള രാഹുലിന് കൊടുക്കണം. രാഹുലിന് കൊടുക്കാതെ കഴിച്ചാൽ പിണങ്ങി എഴുന്നേറ്റ് പോകുമായിരുന്നു. അത്തരം ഭ്രാന്തമായ സ്നേഹപ്രകടനങ്ങളാണ് രാഹുൽ പ്രകടിപ്പിച്ചിരുന്നത്. എന്റെ എല്ലാ സ്വാതന്ത്ര്യവും നഷ്ടപ്പെട്ടു. സൈക്കോ എന്നോ പൊസസീവ്നെസിന്റെ അങ്ങേയറ്റമെന്നോ പറയാം. എന്നെ ക്രൂരമായി മർദ്ദിച്ചതിന് പിന്നിൽ രാഹുലിന്റെ അമ്മയ്ക്ക് പങ്കുണ്ട്. കോഴിക്കോട് പന്തീരങ്കാവിൽ ഭർത്താവിന്റെ ക്രൂരമർദ്ദനത്തിനിരയായ പറവൂർ സ്വദേശിനിയായ യുവതി പറയുന്നു. ഇക്കഴിഞ്ഞ 5-നാണ് പറവൂർ സ്വദേശിയായ യുവതിയും കോഴിക്കോട് പന്തീരങ്കാവ് വള്ളിക്കുന്ന സ്നേഹതീരത്തിൽ രാഹുൽ പി ഗോപാലും തമ്മിലുള്ള വിവാഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് നടന്നത്. എന്നാൽ വിവാഹം കഴിഞ്ഞ 6-ാം ദിവസം യുവതി നേരിട്ടത് ക്രൂരമായ പീഡനമായിരുന്നു. രാഹുലും ഞാനും തമ്മിൽ 1 വർഷത്തോളമായുള്ള പരിചയമുണ്ട്. മാട്രിമോണിയൽ സൈറ്റ് വഴിയാണ് പരിചയപ്പെട്ടത്. വിവാഹാലോചന നടന്നു. എനിക്കും വീട്ടുകാർക്കും നല്ല താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ രാഹുലിന്റെ അമ്മയ്ക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ ഈ ആലോചന ഒഴിവാക്കുകയും മറ്റൊരു പെൺകുട്ടിയുമായി വിവാഹം നിശ്ചയിക്കുകയുമായിരുന്നു. പിന്നീട് അത് മുടങ്ങിപ്പോയപ്പോഴാണ് വീണ്ടും ആലോചനയുമായി വന്നത്. പിന്നീട് 2ാമത്തെ വന്ന വിവാഹകാര്യം വീട്ടുകാരോട് വന്ന് സംസാരിച്ച് വിവാഹം ഉറപ്പിക്കുകയായിരുന്നു. അന്ന് ആദ്യം പറഞ്ഞുറപ്പിച്ച വിവാഹം എങ്ങനെയാണ് മുടങ്ങിയതെന്ന് ചോദിച്ചിരുന്നു. ആ പെൺകുട്ടിയുടെ ആങ്ങളയുമായി ചെറിയ തർക്കമുണ്ടായെന്നും ആ കുട്ടി ആങ്ങള പറയുന്നത് മാത്രമേ കേൾക്കുകയുള്ളൂ എന്നുമായിരുന്നു പറഞ്ഞത്. ഇത് മാത്രമേ എനിക്കറിയുകയുള്ളൂ. രാഹുൽ മറ്റൊരു വിവാഹം കഴിച്ചിട്ടുണ്ടെന്നും അതിന്റെ ഡിവോഴ്സ് സംബന്ധിച്ച കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നുമുള്ള കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. ഇപ്പോൾ ചാനലുകളിൽ രാഹുലിന്റെ സഹോദരി ഇക്കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. അവർ പറയുന്നത് ഇതൊക്കെ എനിക്ക് അറിയാമായിരുന്നുവെന്നും എന്നിട്ടും എന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് വിവാഹം കഴിച്ചതെന്നുമാണ്. ഇക്കാര്യങ്ങൾ തെറ്റാണ്. രാഹുലിന് എന്നോട് ഭ്രാന്തമായ ഇഷ്ടമായിരുന്നു. ഒരുമിച്ച് കുളിക്കണം. ഒരു ദിവസം ഓർക്കാതെ ഞാൻ ഒറ്റയ്ക്ക് പോയി കുളിച്ചതിന് എന്നോട് പിണങ്ങിപ്പോയി. ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ ഒരു ഉരുള രാഹുലിന് കൊടുക്കണം. രാഹുലിന് കൊടുക്കാതെ കഴിച്ചാൽ പിണങ്ങി എഴുന്നേറ്റ് പോകുമായിരുന്നു. അത്തരം ഭ്രാന്തമായ സ്നേഹപ്രകടനങ്ങളാണ് രാഹുൽ പ്രകടിപ്പിച്ചിരുന്നത്. എന്റെ എല്ലാ സ്വാതന്ത്ര്യവും നഷ്ടപ്പെട്ടിരുന്നു. സൈക്കോ എന്നോ പൊസസീവ്നെസിന്റെ അങ്ങേയറ്റമെന്നോ പറയാം. ചിലപ്പോഴൊക്കെ രാഹുലിന്റെ ഇത്തരം സ്നേഹപ്രകടനത്തിൽ വീർപ്പുമുട്ടിയിരുന്നു. പക്ഷേ ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ മറ്റൊരു മുഖമാണ് കാണാൻ സാധിക്കുക. അന്ന് ഇത്രയും ക്രൂരമായി മർദ്ദിക്കുമെന്ന് കരുതിയിരുന്നില്ല. അടിക്കുകയും മൊബൈൽ ചാർജറിന്റെ വയർ കഴുത്തിൽ മുറുക്കി വലിക്കുകയും ചെയ്തു. അതിനുശേഷം ബെഡിലേക്ക് തള്ളിയിട്ട് ബെൽറ്റ് കൊണ്ട് അടിക്കുകയായിരുന്നു. മുഖത്തടിച്ചപ്പോൾ ബോധം പോവുകയും മൂക്കിൽ നിന്ന് ചോര വരികയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ രാഹുലും അന്നേരം വീട്ടിലുണ്ടായിരുന്ന സുഹൃത്തും ചേർന്നാണ് ആശുപത്രിയിൽ കൊണ്ടുപോയത്. എന്നെ ആക്രമിക്കുന്ന ദിവസം രാവിലെ അമ്മയും രാഹുലും മുറി പൂട്ടി കുറെ നേരം സംസാരിച്ചിരുന്നു. ആദ്യം പെണ്ണു കാണാൻ വന്നപ്പോൾ വീടിന്റെ മുറ്റത്ത് വെള്ളം കയറിയിരുന്നു. മുറ്റത്ത് പുല്ലുമുണ്ടായിരുന്നു. അത് അവർക്ക് ഇഷ്ടമായില്ല. അമ്മയ്ക്ക് ഞാനുമായുള്ള വിവാഹത്തിൽ താല്പര്യമില്ലായിരുന്നു. രാഹുലിന്റെ മാത്രം ഇഷ്ടത്തിലാണ് ഈ വിവാഹം നടന്നത്. അമ്മ എന്നോട് സംസാരിക്കാറില്ലായിരുന്നു. അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ പോലും സംസാരിക്കാറില്ലായിരുന്നു. ഞാൻ ഇക്കാര്യങ്ങൾ രാഹുലിനോട് പറയുമ്പോൾ രാഹുൽ കൂടെ നിൽക്കുകയായിരുന്നു ചെയ്തത്. അമ്മയുടെ സ്വഭാവം ഇങ്ങനെയാണെന്നും അത് മാറിക്കൊള്ളുമെന്നുമാണ് രാഹുൽ പറഞ്ഞിരുന്നത്. രാഹുലിന്റെ ജീവിതത്തിലേക്ക് മറ്റു പല പെൺകുട്ടികളും വന്നിട്ടുണ്ടെങ്കിലും അമ്മയുടെ ഇത്തരം സ്വഭാവം കൊണ്ട് ആ ബന്ധങ്ങളൊക്കെ ഉപേക്ഷിക്കേണ്ടി വന്നുവെന്നാണ് രാഹുൽ പറഞ്ഞിട്ടുള്ളത്. രാഹുൽ എന്റെ കൂടെ ഉണ്ടാകുമെന്നുള്ള വിശ്വാസമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ രാഹുൽ ചതിക്കുകയായിരുന്നു എന്നാണ് യുവതി പറയുന്നത്.